Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ ആണോ നോക്കി? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ് അല്ലേ? ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ദിവസം എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ്. എവിടെ വരെ നമ്മൾ എടുത്തായിരുന്നു? ഔട്ട്കം വരെ പറഞ്ഞതല്ലേ? ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. എല്ലാ പോയിന്റ്സും കഴിഞ്ഞായിരുന്നോ? അതിന്റെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു യെസ്, ഓക്കെ ഓക്കെ, കഴിഞ്ഞു അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം, ഫലം എന്താണ്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് is used by hospital housekeepers. ആരാ ഉപയോഗിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ആരാണ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റൽ ഹൗസ്കീപ്പേഴ്സ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. A hospital housekeeping checklist is used by hospital housekeepers. Is used by hospital housekeepers എന്തിനു വേണ്ടി? To encourage a sterile environment in patient room and avoid the spread of hospital acute infection. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ടു എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. To encourage a sterile environment in patient room. പേഷ്യൻസിന്റെ റൂമില് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള, അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് അതുകൂടാതെ എന്താ? അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്മാര് ഉപയോഗിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ എന്താണ്? ടു എൻകറേജ് സ്റ്റെറൈൽ എൻവയോൺമെന്റ് ആൻഡ് ദി സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. അത് രണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന, നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് കേട്ടോ. അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അവോയ്ഡ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും പേഷ്യന്റിന്റെ റൂമില് ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പേഴ്സ്മാർ ഉപയോഗിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. SOP എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. Such as a high touch surfaces, room zoning and cleaning path. High touch surfaces, room zoning, cleaning path തുടങ്ങിയ ഹോസ്പിറ്റലിലെ SOP ഫോളോ ചെയ്യുന്നതിന് നമ്മൾ ആ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. has been formed to make it easier. എളുപ്പമാക്കുന്നതിനാണ്. എന്തിനാ? ഹോസ്പിറ്റലിന് എളുപ്പമാക്കുന്നതിന്. എന്ത് എളുപ്പമാക്കുന്നതിനാ? to follow the housekeeping standard operating procedure. ഈ ഹോസ്പിറ്റലിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, then with the safety culture hospital housekeepers can easily ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമുക്ക് ഹോസ്പിറ്റലിന് നമുക്ക് എളുപ്പത്തില് നിർമ്മിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും അല്ലെ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സേഫ്റ്റി കൾച്ചർ, സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്കാരം രൂപീകരിക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്യുക, SOP എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തോ? ഇനി നോക്കിയേ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പേഷ്യൻസിന്റെ റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിനകത്ത് മൂന്നെണ്ണം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ ഉണ്ട്, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ ഉണ്ട്. അപ്പൊ അത് ഓരോ പോയിന്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, പേഷ്യന്റ് റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ്. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. ഒന്നാമത്തെ എന്താ? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. അപ്പൊ എന്താ ആദ്യം എന്താ ചെയ്യണ്ടേ? കൈകള് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ആൻഡ് വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. അതിനുശേഷം എന്താ? നമ്മള് ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. പേഷ്യൻസിന്റെ റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടിയാണ്. അപ്പൊ ആദ്യം റൂം ക്ലീനിങ്ങിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ആദ്യം എന്താ നമ്മൾ ചെയ്യണ്ടേ? കൈകള് നന്നായിട്ട് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക, പ്രോപ്പർ ഗ്ലൗസുകള്, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. രണ്ടാമത്തെ നോക്കിയേ, ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ. ക്ലീനിങ് കാർട്ട്, കാർട്ട് എന്ന് വെച്ചാൽ വണ്ടികള്, ക്ലീനിങ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വെഹിക്കിൾസ്, കാർട്ട്, അത് ഹാളിൽ വെക്കുക. സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ആ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ സെറ്റ് ചെയ്യുക. അപ്പൊ അവിടെ റൂം ക്ലീനിങ് നടക്കുകയാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സേഫ്റ്റി സൈൻ ഡോറിന്റെ പുറത്ത് വെക്കണം. Set up a safety sign outside the door. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ ദ റൂം. റൂം നേരെയാക്കണം. വലിച്ചു വാരിയൊക്കെ കിടക്കുന്നത് സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി എല്ലാം ക്ലീൻ ആക്കി നീറ്റായിട്ട് റൂമുകൾ നേരെയാക്കുക. വേക്കന്റ് ആൻഡ് റീലൈൻ ട്രാഷ് ക്യാൻസ്. റീലൈൻ എന്ന് വെച്ചാൽ എന്താ പറയാ, നമുക്ക് നേരെയാക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ. ട്രാഷ് ക്യാൻ എന്ന് വെച്ചാൽ എന്താ? ചവറ്റുകുട്ടകള്. അപ്പൊ ആ വേസ്റ്റ് ബാസ്ക്കറ്റ്, അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്തിട്ട് അത് എന്താ പറയാ, വേക്കറ്റ് ആക്കുക, അത് ഒഴിവാക്കുക. എന്നിട്ട് അത് നേരെയാക്കുക. ബാസ്ക്കറ്റ് പ്രോപ്പർ പ്ലേസിൽ തന്നെ വെക്കുക. ബാസ്ക്കറ്റിൽ നിന്ന് ഈ ബാസ്ക്കറ്റിലുള്ള വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് അത് ആ ബാസ്ക്കറ്റ് ഒഴിപ്പിക്കുക, വേക്കറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സ്ട്രെയിറ്റ് നേരെ അടുക്കി വെക്കുക. Reline trash cans. Reline trash cans. പെട്ടെന്ന് തന്നെ നേരെയാക്കുക. അടുത്ത നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസസ്. ഉയർന്ന സ്പർശന പ്രതലമുള്ള ഏരിയകള്. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. സീലിംഗും മറ്റും അങ്ങനെയുള്ള ഏരിയകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത് നോക്കിയേ, ഡസ്റ്റ് എയർ വെന്റിലേഷൻ. ടെക്സ്റ്റിലൊന്ന് നോക്കിയേ, പൊടികൾ തട്ടുക. ഡസ്റ്റ് എയർ വെന്റിലേഷൻ. വെന്റിലേഷൻ തന്നെയാണോ കിടക്കുന്ന ടെക്സ്റ്റില്? വെന്റിലേഷൻ തന്നെയാണ്? അല്ല, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അത് വെൻസ്നേ ഉള്ളൂ. അത് വെന്റിലേഷൻ ആണ് കേട്ടോ. എയർ വെന്റിലേഷൻ. വെന്റിലേഷൻ, VENTILATION. വെന്റിലേഷൻ. ലൈറ്റുകള്, ടെലിവിഷൻ സെറ്റ്, വിൻഡോ സിൽസ്, ജനൽ പടികള്, ഇതൊക്കെ എന്ത് ചെയ്യാ? പൊടികള് തട്ടുക. നെക്സ്റ്റ് നോക്കിയേ, സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ് സൈഡ് കൊമോഡ്. കൊമോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂറിനൊക്കെ പാസ് ചെയ്യാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പാത്രം ഇല്ലേ, മലവിസർജന പാത്രം, അത് നമ്മൾ സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. ബെഡ് സൈഡ് കൊമോഡ്. Then wipe down countertops, check furnitures, disinfectant door handles. Wipe ചെയ്യുക. Wipe down countertops. കൗണ്ടർ ടോപ്പുകള് എന്താ? തുടയ്ക്കുക. ചെക്ക് ഫർണിച്ചർ. ഫർണിച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, പൊട്ടിപ്പോയിരിക്കുന്നുണ്ടോ, കാലിളകിയിരിക്കുന്നതുണ്ടോ, അങ്ങനെയുള്ളതാ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡിസിൻഫെക്റ്റഡ് ഡോർ ഹാൻഡിൽ. ഡോറിന്റെ ഹാൻഡില് അണുവിമുക്തമാക്കുക. ഡിസിൻഫെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക. ഡോർ ഹാൻഡിൽസ് ഒക്കെ അണുവിമുക്തമാക്കുക. ഇത്രയും നമുക്ക് ഈ
പേഷ്യന്റിന്റെ റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് ആണ്. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അത് എന്തൊക്കെയാണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, അതിന്റെ കീഴിൽ വരുന്നത് ഏത്? ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം കൈകള് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, ഡിസ്പോസിബിൾ ഗ്ലൗസ് ധരിക്കുക, ലിവിംഗ് ഈ കാർഡ് ഹാളില് വെക്കുക, പിന്നെ ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ സ്ഥാപിക്കുക, റൂമുകൾ നേരെയാക്കുക, വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് അത് നേരെയാക്കി വെക്കുക, ഹൈ ടച്ച് സർഫസ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, വെന്റിലേഷൻ, ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്, വിൻഡോസിൽ ജനൽപ്പടി ഇതെല്ലാം പൊടികൾ തട്ടുക, ബെഡ് സൈഡ് കൊമോഡ് മലവിസർജന പാത്രം അത് സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ ടേബിളിന്റെ കൗണ്ടർ ടോപ്പ് പിന്നെ അത് തുടച്ച് വൃത്തിയാക്കുക, ഫർണിച്ചറുകൾ ചെക്ക് ചെയ്യുക, ഡോർ ഹാൻഡില് ഡിസിൻഫെക്റ്റന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. ഇനി പേഷ്യന്റിന്റെ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, എംപ്റ്റി ആൻഡ് സാനിറ്റൈസ് ട്രാഷ് ക്യാൻ. ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവിട്ടുമുട്ട, വേസ്റ്റ് ബാസ്കറ്റ് ആട്ടോ. ക്യാൻ നീഡഡ് റീപ്ലേസ് ലൈനേഴ്സ്. ലൈനർ എന്ന് പറഞ്ഞാൽ കവറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ആവശ്യാനുസരണം തന്നെ അത് നിറയുമ്പോഴത്തേക്കും തന്നെ എംപ്റ്റി ആക്കുക, കാലിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. ഇനി അതിന് കവർ കൂടി റീപ്ലേസ് ചെയ്യുക, വെക്കുക. അതിന് ഇപ്പൊ വേസ്റ്റ് ഒക്കെ തുറന്നു വെക്കാൻ പാടില്ലല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അതിന്റെ പ്രോപ്പർ ആയിട്ട് കവറ് കാര്യങ്ങളൊക്കെ വെക്കുക, റീപ്ലേസ് ചെയ്യുക. അടുത്ത നോക്കിയേ, സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്, ഹാൻഡ് റെയിൽസ് ഇതെല്ലാം സാനിറ്റൈസ് ചെയ്യുക. ടച്ച് പോയിന്റ്സ് നമ്മൾ സ്പർശിക്കുന്ന ഏരിയകള്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഡോർ നോബ്, കൈപ്പിടി, ഡോറിന്റെ പിടി, നോബ്, ഹാൻഡ് റെയിൽസ് ഇതെല്ലാവരും സാനിറ്റൈസ് ചെയ്യുക. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ് ആൻഡ് സിങ്ക്. ഉണ്ടോ? ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ബാത്റൂമിലെ ഷവറുകള്, ടബ്, നമ്മൾ കുടിക്കാനുള്ള ഒരു പാത്രം ഇല്ലേ, ടബ്, പിന്നെ അതുപോലെ തന്നെ സിങ്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത നോക്കി, നാലാമത്തെ പോയിന്റ് എന്താ? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ. ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയ പോയിന്റ്സ് അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇത് കുഞ്ഞു പോയിന്റ്സ് അല്ലേ? ഓക്കെ, ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ ആണ്. വേസ്റ്റ് ബാസ്കറ്റ് എംപ്റ്റി ആക്കുക, സാനിറ്റൈസ് ചെയ്യുക, അതിന്റെ കവറുകൾ പ്രോപ്പർ ആയിട്ട് വെക്കുക, ടച്ച് പോയിന്റ്, ലൈറ്റിന്റെ സ്വിച്ചുകൾ, ഡോർ നോബ്, ഹാൻഡ് റെയിൽസ് ഇതെല്ലാം സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ഷവർ, ടബ്, സിങ്ക് ഇതെല്ലാം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ടോയ്ലറ്റ് ബൗള്, ടോയ്ലറ്റിന്റെ സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡില് ഇതെല്ലാം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇനി അടുത്തതാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ്. നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ക്ലീനിങ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതീവ്രമായ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള. ഒന്നാമത്തെ നോക്കിയാൽ, മേക്ക് ഫേം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വേക്കന്റ്. Make firm that നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം? Firm that the patient has been discharged and room vacant. Patient discharge ആയി, room vacant ആയി എന്ന് ഉറപ്പാക്കുക. അതിനുശേഷമുള്ള ഒരു ക്ലീനിങ് ആണ് വരുന്നത്. പെർഫോം ഹാൻഡ് ഹൈജീൻ. എന്താണ് ഹാൻഡ് ഹൈജീൻ? നമ്മൾ നിർവഹിക്കുക, പെർഫോം ചെയ്യുക. നമ്മൾ ആദ്യം നമ്മുടെ ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ ഒരു ഇതുകൂടി സേഫ്റ്റി കൂടി നമ്മൾ നോക്കണ്ടേ? വെറുതെ എല്ലാരും പോയി കൈകൊണ്ടിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരാം.
അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മള് ഹാൻഡ് ഹൈജീൻ നമ്മൾ നിർവഹിക്കണം, ഗ്ലൗസുകൾ ധരിക്കണം, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ റൂം. അപ്പൊ ആ റൂം ക്ലീനിങ് ചെയ്യാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ആരും വേഗം ഓടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡോറിന്റെ, ആ ക്ലീനിങ് ചെയ്യുന്ന ആ ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ വെക്കുക. ഇവിടെ റൂം ക്ലീനിങ് ആണ് എന്ന് കാണിക്കുന്നത്, ആർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സേഫ്റ്റി സൈനുകൾ ഡോറിന്റെ പുറത്ത് വെക്കുക. അടുത്ത നോക്കിയേ, ഡിസ്ഇൻഫെക്റ്റന്റ് മാട്രസ് ടോപ്പ്. ഇനി ബെഡ്, മാട്രസ് എന്ന് പറഞ്ഞ ബെഡിന്റെ ടോപ്പ് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് വ്യക്തമാക്കുക. ബോട്ടം ആൻഡ് സൈഡ്സ്, ബോട്ടം അടിയിലും സൈഡിലും ഒക്കെ. റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ, ഇതെല്ലാരും റീപ്ലേസ് ചെയ്യുക, അത് മാറ്റി പുതിയത് വെക്കുക. ഇതൊക്കെ നമ്മൾ ഏതാണ് ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ വന്ന കുറച്ചുകൂടി ഡീപ്പ് ക്ലീനിങ് ആണ്. ഈ ബെഡിന്റെ അടിയില് സൈഡില് ഒക്കെ വൃത്തിയാക്കുക. പിന്നെ ബെഡ് കവറ്, പില്ലോ കവറ് ഇതൊക്കെ റീപ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നോക്കിയേ, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ്, നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. ഇനി അടുത്ത വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ആക്കുക. അത് വാക്വം, നമ്മള് വാക്വം ക്ലീനർ ഒക്കെ ഇല്ലേ, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചേഴ്സ്, ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുക. കുഷ്യൻസുകള് ഒക്കെ തിരിക്കുക, അതായത് അത് മാറ്റി അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ക്ലീൻ ആക്കുക എന്നുള്ളത്. നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്, വേറെ പാടുകളോ അല്ലെങ്കിൽ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ്. അടുത്ത് നോക്കിയേ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, വീൽ ചെയർ, IV പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. മെഡിക്കൽ എക്യുപ്മെന്റ്സുകള് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ വീൽ ചെയറുകള് അതും ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. IV പോൾ എന്ന് വെച്ചാൽ ഇൻട്രാവീനസ് പോൾസ് ആണ്. ഇൻട്രാവീനസ് പോൾസ്, ഇൻട്രാവീനസ്, INTRAVENOUS, ഇൻട്രാവീനസ് പോൾസ്. ഈ ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡില്ലേ, അത് IV. ഗ്ലൂക്കോസ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡാണ്, അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീൽ ചെയറുകള്, IV പോള് ഇതെല്ലാം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അടുത്ത് നോക്കിയേ, 6ാമത്തെ എന്താ, ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ചെക്ക് ചെയ്യുക, റീഫിൽ ചെയ്യുക, നിറയ്ക്കുക സോപ്പുകള്, ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നാപ്കിനുകൾ. ഇതൊക്കെ ചെക്ക് ചെയ്യുക, റീഫിൽ ചെയ്യുക. പേപ്പർ ടവലുകളോ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ അത് മാറ്റി വെക്കുക. റീഫിൽ ചെയ്യുക, തീരുന്നതിന്റെ അനുസരിച്ച് റീഫിൽ ചെയ്യുക. അത് ഇടയ്ക്ക് നമ്മളത് തീർന്നോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്തതാണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ് മോപ്പ്, then sanitize all the floors. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം. ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, പേഷ്യന്റ് ബാത്റൂം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. സ്വീപ്പ് എന്ന് വെച്ചാൽ തൂത്തുവാരുക, സ്വീപ്പ് ചെയ്യുക. വെറ്റ് മോപ്പ് തുടയ്ക്കുക. ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർ, എല്ലാ ഫ്ലോറുകളും സാനിറ്റൈസ് ചെയ്യുക. ഇത്രയും ഡീപ്പ് ക്ലീനിങ് ആണ്, അതിതീവ്രമായിട്ടുള്ള ക്ലീനിങ് ആണ് ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മള് ഈ പേഷ്യൻസ് ഡിസ്ചാർജ് ആയി, റൂം വേക്കന്റ് ആയി എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ശുചിത്വം, ഹാൻഡ് ഹൈജീൻ നമ്മള് നിർവഹിക്കുക, ഗ്ലൗസുകൾ ധരിക്കുക. ദെൻ പ്ലേസ് സേഫ്റ്റി സൈൻ, ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈൻ സ്ഥാപിക്കുക. ബെഡിന്റെ ടോപ്പ്, ബോട്ടം, സൈഡ് ഇതൊക്കെ അണുവിമുക്തമാക്കുക. കവറുകള്, ബെഡ് കവറ്, പില്ലോ കവറ് ഇതൊക്കെ റീപ്ലേസ് ചെയ്യുക. പിന്നെ അടുത്ത വാക്വം എന്ന് വെച്ചാൽ സക്ക് ചെയ്യാന്നുള്ള, വലിച്ചെടുക്കുക. വാക്വം മറ്റേ പോളിഷ് ഫർണിച്ചേഴ്സ് വെച്ചാൽ ഫർണിച്ചറുകൾ പോളിഷ് ചെയ്യുക, അതിന്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുക. കുഷ്യൻസുകൾ മാറ്റുക. പിന്നെ എന്തെങ്കിലും സ്റ്റെയിനോ
പാടുകളോ ഡാമേജോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അത് നോട്ട് ചെയ്യുക. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വീൽ ചെയർ, IV പോൾ. IV പോൾ എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് പോൾ ആണ്, ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡ്. ഇതെല്ലാം അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ സോപ്പുകള്, പേപ്പർ ടവല്, ഡിസ്പെൻസേഴ്സ്, നാപ്കിനുകള് ഇതൊക്കെ ചെക്ക് ചെയ്യുക, അത് ആവശ്യാനുസരണം റീഫില്ല് ചെയ്യുക. പിന്നെ അടുത്തത് പേഷ്യന്റിന്റെ ബാത്റൂം തൂത്തുവാരുക, അത് തുടയ്ക്കുക, ദെൻ സാനിറ്റൈസ്, എല്ലാ ഫ്ലോറുകളും സാനിറ്റൈസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അത് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ സ്ക്രീൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ തമ്പ് കണ്ടില്ല, അതാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത്. എളുപ്പമാണ്. അപ്പൊ അതിനകത്ത് മൂന്നെണ്ണ വേറെ പോയിന്റ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടീസിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നത് ഏത്, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ വരുന്നത് ഏത്, അത്രയേ ഉള്ളൂ അവിടെ. ഇനി അടുത്തതാണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. ഇനി ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയയിൽ നടത്തുന്ന ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളെ കുറിച്ചാണ് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 8 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. എന്തൊക്കെയാണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ? അതിനകത്ത് ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയകൾക്ക് വേണ്ടിയുള്ള ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗ്. ഒന്നാമത് നോക്കിയേ, cleaning up and sanitize surfaces contaminated by body fluids as per the protocol. പ്രോട്ടോകോൾ അനുസരിച്ച്, അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സിനാൽ മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ഏരിയകള് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ടാസ്ക് ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സിനാൽ മലിനമായിട്ടുള്ള ഹോസ്പിറ്റലിലെ സർഫസുകള്, ഏരിയകള് ക്ലീൻ ചെയ്യുക, അതുപോലെ അത് സാനിറ്റൈസ് ചെയ്യുക, വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുക. അടുത്ത നോക്കി, റിനസേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുള്ള്. റിനസേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഈ നമുക്ക് മാറ്റി ടെർമിനൽ ഇമ്പോർട്ടന്റ് ആണോ? അതെ, നമുക്ക് എന്താ പറയാ, അതിൽ നിന്ന് അങ്ങനെ അധികം കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് അതിന്റെ കീഴിൽ വരുന്നത് ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പോയിന്റ്സ് മാത്രം 3 സെക്ഷൻ അങ്ങനെ ചോദിക്കുള്ളൂ. അതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും പേഷ്യന്റ് റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ടെർമിനൽ റൂം ക്ലീനിങ് പ്രൊസീജിയറിൽ വരുന്നത് ഏത് എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതും അതുപോലെ തന്നെയാണ്. ഡെയിലി ഹൗസ് കീപ്പിംഗ് മറ്റുള്ള ഏരിയയില് ദിവസേനയുള്ള ദിവസവും ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിനകത്തെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തെ ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സിനാൽ മലിനമായിട്ടുള്ള ഏരിയകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ റിയൽസ്റ്റേറ്റ്. റിയൽസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, റീപ്ലേസ് എന്നുള്ള മീനിങ് ആട്ടോ, മാറ്റി വെക്കാന്ന്. ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. അതായത് ഓരോ വേസ്റ്റുകളും ഇതൊക്കെ ഇടുന്ന കണ്ടെയ്നറുകളില്ലേ, അത് നമ്മൾ ഫുള്ള് നിറഞ്ഞു കവിഞ്ഞു പോകാതെ ഒരു 3/4 ഭാഗത്തോളം ആകുമ്പോഴത്തേക്കും അത് റീപ്ലേസ് ചെയ്യുക, മാറ്റി വെക്കുക. വേസ്റ്റുകളൊക്കെ എന്താ വെച്ചാൽ ഫുള്ളൊക്കെ നിറഞ്ഞു പോകാതെ അത് 3/4 ഭാഗത്തോളം ആകുമ്പോഴേക്കും അത് റീപ്ലേസ് ചെയ്യുക, മാറ്റി വെക്കുക. പിന്നെ അടുത്ത് നോക്കിയാൽ കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രീസ്. ഡിബ്രീസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ഡിബ്രീസ്, DEBRIS, അവശിഷ്ടങ്ങൾ. ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഇനി നമ്മൾ ചില സാധനങ്ങളൊക്കെ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ തെന്നിപ്പോകാം അല്ലെ, എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ നമ്മൾ ഉരുണ്ട് കിടക്കുന്ന സാധനങ്ങളോ പെൻസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകൾ വീഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബനാന പീല്, പഴത്തിന്റെ തൊലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സ്ലിപ്പ് ആവുന്ന
സ്ലിപ്പായി നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങള്, എന്തെങ്കിലും അവശിഷ്ടങ്ങള് ഇതൊക്കെ ഫ്ലോറിൽ ഉണ്ടെങ്കിൽ നമ്മള് ഫ്ലോർ ഫ്രീ ആണ്, അതൊക്കെ ഒന്നുമില്ല, ക്ലീൻ ആണ് എന്നുള്ളത് ഉറപ്പിക്കുക. Confirm floors are free of debris and tripping hazard. Debris എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, ഫ്ലോറ് അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ തെന്നിപ്പോകുന്ന കാര്യങ്ങളോ അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, immediately clean up spills on floors and furniture. ഇനി ഉടനെ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഫ്ലോറിലൊക്കെ അല്ലെങ്കിൽ ഫർണിച്ചറിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളോ വീഴുകയാണെങ്കിൽ, സ്പില്ലുക കൂടുകയാണെങ്കിൽ അത് ഉടനടി തന്നെ ക്ലീൻ ചെയ്യുക. നമുക്കറിയാലോ, തറയിലൊക്കെ ഇനി എന്തെങ്കിലും ഒഴുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീട് കിടന്നു കഴിഞ്ഞാല് നമ്മൾ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റാം, നമ്മൾ തെന്നി നമുക്ക് വലിയ അപകടങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി, ഇന്നിപ്പോ കിടന്ന നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല, ഉടനടി തന്നെ തൽക്ഷണം തന്നെ ഈ ഫ്ലോറിലോ ഫർണിച്ചറിലോ എന്തെങ്കിലും കൂടിക്കിടക്കുകയൊക്കെ ആണെങ്കിൽ ഉടനടി തന്നെ അത് ക്ലീൻ ചെയ്യണം. അടുത്ത നോക്കിയേ, keep an eye on the personal belongings left by patient and visitors. ഇനി പേഷ്യൻസും വിസിറ്റേഴ്സും ഒക്കെ ഉപേക്ഷിക്കുന്ന അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, സ്വകാര്യ വസ്തുക്കളില്ലേ, അതൊക്കെ നിരീക്ഷിക്കുക. Keep an eye on the personal belonging left by the patients and visitors. Patients, visitors ഒക്കെ ഉപേക്ഷിക്കുന്ന അവരുടെ വസ്തുക്കള് അത് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, അത് നിരീക്ഷിക്കുക. അത് നിരീക്ഷിക്കുക, എന്നിട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് വെക്കുക. ഇനി ആരെങ്കിലും അന്വേഷിച്ച് വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അവരെ തന്നെ സുരക്ഷിതമായി ഏൽപ്പിക്കാമല്ലോ. അതുകൊണ്ട് അതൊക്കെ നമ്മളെടുത്ത് വെറുതെ നശിപ്പിച്ച് കളയാതെ അത് നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഡിസ്ചാർജ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവര് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ സുരക്ഷിതമായി തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക, അവിടെ സൂക്ഷിക്കുക തന്നെ ചെയ്യുക. അടുത്ത നോക്കിയേ, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്, വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയേഴ്സ്. ഇനി കഫറ്റീരിയയിലെ സ്റ്റാഫുകളുമായിട്ടൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങള്, ക്ലീനിങ്ങില് എന്ത് ചെയ്യുക, അവിടെ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. ക്ലീനിങ് എഫേർട്ട്, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയയിലെ സ്റ്റാഫുമായിട്ട് ക്ലീനിങ് പ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് എന്താ കോർഡിനേറ്റ് ചെയ്യുക, സഹകരിക്കുക, അല്ലെങ്കിൽ അവരോട് കൂടി നിന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുക. വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയേഴ്സ്. ടേബിള്, ചെയറുകള് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക, അതൊക്കെ വൃത്തിയാക്കുക. അടുത്ത 7ാമത്തെ പോയിന്റ് നോക്കിയേ, ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റോഡന്റ് എന്താ, റോഡന്റ് എന്താ, എലികളൊക്കെ ഉണ്ടാവുമല്ലോ. സ്റ്റോറേജ് ഏരിയ, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഡയറ്ററിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒത്തിരി ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ റൂമില്, സ്റ്റോറേജ് റൂമില്, അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിലാവട്ടെ, സ്റ്റോറേജ് റൂം എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എലികളുടെ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ വരാം. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുക. ആൻഡ് ക്ലീനസ്, നമ്മൾ അത് വൃത്തിയാക്കുകയും ചെയ്യുക. ഇൻസെക്ട്സിന്റെയോ അല്ലെങ്കിൽ റോഡന്റ്, എലികളുടെയോ ശല്യമൊന്നുമില്ല എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമാണ്, അതൊക്കെ കയറി കഴിഞ്ഞ സാധനങ്ങളൊക്കെ നശിപ്പിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? Check the storage area for cleanness and sign of insects or rodent. ഇൻസെക്ട്സിന്റെയോ റോഡന്റിന്റെയോ ഒക്കെ ഒരു സൈനോ വേറെ ഇതൊന്നുമില്ല. സ്റ്റോറേജ് ഏരിയ എപ്പോഴും ചെക്ക് ചെയ്യുക, ക്ലീൻ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അടുത്ത 8ാമത്തെ പോയിന്റ് നോക്കിയേ, അപ്ലൈ ഹൈലി സ്ട്രെങ്തൻഡ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിംഗ് പ്രൊസീജിയർ ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് ആൻഡ് ബാക്ടീരിയ. സ്ട്രെങ്തൻഡ് എന്ന് പറഞ്ഞ കർശനമായിട്ടുള്ള, ഹൈലി സ്ട്രെങ്തൻഡ് ക്ലീനിങ്, വളരെ കർശനമായിട്ടുള്ള, വെറുതെ എന്തെങ്കിലും ഒരു ക്ലീൻ ചെയ്ത് ഓടിച്ചു പോയാൽ പോരാ, വളരെ ശക്തമായിട്ടുള്ള
കർശനമായ ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യണം, അപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയാ? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജെർംസ് ആൻഡ് ബാക്ടീരിയ. ഹോസ്പിറ്റലിലെ ബാക്ടീരിയ, ജെർംസ് ഇതൊക്കെ ഹോസ്പിറ്റലില് സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി, ബാക്ടീരിയ ജെർംസും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കർശനമായിട്ടുള്ള ഈ ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുക. ഒന്ന് വായിച്ചു നോക്കിയേ, 8 പോയിന്റ് ഉണ്ട്. Daily housekeeping for other hospital area. ഒന്ന് വായിച്ചു നോക്കട്ടോ. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അത് മൂന്നും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. 3 ഉണ്ടല്ല, 4 എണ്ണം. ആദ്യം പറഞ്ഞത് ഡെയിലി ഹൗസ് കീപ്പിംഗ് എന്നുള്ളതും അത് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അണുനാശിനി. അണുനാശിനി ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് വേണ്ട പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്, നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന് വേണ്ട പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ഒരു വിപുലമായ, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിപുലമായ ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. എന്തിന്? നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന്. ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എന്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ഒരു വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. എന്താണ് ഈ ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സൂക്ഷ്മാണുക്കളെയോ കീടങ്ങളെയോ ഒക്കെ കൊല്ലാൻ പറ്റുന്ന ഒരു മൈക്രോബ്സിന്റെ ഒരു ശ്രേണി, സൂക്ഷ്മാണുക്കളുടെ ശ്രേണിയാണ്. കീടങ്ങളെയൊക്കെ കൊല്ലാനോ തടയാനോ പറ്റുന്ന സൂക്ഷ്മാണുക്കളുടെ ശ്രേണി, അതാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഞ്ച് ഓഫ് ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ ആന്റിബയോട്ടിക് ഓർ ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് ഇൻഹിബിറ്റ്സ് ഓർ കിൽ ദം. പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു വിപുലമായിട്ടുള്ള ഒരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. അതായത് പ്രാണികളെയോ കീടങ്ങളെയൊക്കെ തടയാനോ കൊല്ലാനോ പറ്റുന്ന ഒരു സൂക്ഷ്മാണുക്കളുടെ ശ്രേണി, അതാണ് ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂക്ഷ്മാണുക്കളെയൊക്കെ കൊല്ലാൻ പറ്റുന്നത് അല്ലെങ്കിൽ തടയാൻ പറ്റുന്നത്, അവയെ നശിപ്പിക്കാൻ പറ്റുന്ന അതായിരിക്കണം. ഇനി അടുത്ത നോക്കിയേ, ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. എന്താണ്? പെട്ടെന്ന് കൊല്ലുന്നതായിരിക്കണം. കീടങ്ങളെ പ്രാണികളെ ഒക്കെ ഇല്ലേ, പെട്ടെന്ന് കൊല്ലുന്ന രീതിയിലുള്ളതായിരിക്കണം. ഏതോ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് തടയാൻ പറ്റണം. അല്ലെങ്കിൽ സ്വിഫ്റ്റ് കൊല്ലുന്ന പറഞ്ഞേക്കണേ, സ്വിഫ്റ്റ് കിൽ ഷുഡ് പ്രൊസീജിയർ പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്നതായിരിക്കണം. ഒരു പ്രാണീനെ അല്ലെങ്കിൽ കീടങ്ങളെയൊക്കെ നമ്മൾ കൊല്ലാനായിട്ട് ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അതിനെ നശിപ്പിക്കണ്ടേ? അതിനെ കൊല്ലാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതുങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ എന്തിനുള്ള കഴിവ് വേണം? പെട്ടെന്ന് കൊല്ലാനുള്ള ഒരു കഴിവ് വേണം. കീടങ്ങളെയോ പ്രാണികളെയോ ഒക്കെ മൈക്രോബ്സിനെയൊക്കെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ, അങ്ങനെയുള്ളൊരു ഗുണം വേണം. അങ്ങനെ ആയിരിക്കണം.
അടുത്ത് നോക്കിയേ, ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസില് സാന്നിധ്യത്തില് പ്രവർത്തനക്ഷമമായിരിക്കണം. പ്രവർത്തനക്ഷമമായിരിക്കണം. ഓർഗാനിക് മാറ്റേഴ്സ്, ബ്ലഡ്, സ്പ്യൂറ്റം, ഫീസസ്. സ്പ്യൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഫമാണ് കേട്ടോ. ബ്ലഡും കഫവും ഫീസസ് മലം ഇങ്ങനെയുള്ള വേസ്റ്റുകള് ഇങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസില് വർക്കിംഗ് ആയിരിക്കണം, പ്രവർത്തനക്ഷമമായിരിക്കണം, നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്. വർക്കിംഗ് ആയിരിക്കണം എന്ന്, ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസിൽ വർക്കിംഗ് ആയിരിക്കണം. ആൻഡ് കമ്പാറ്റബിൾ വിത്ത് സോപ്സ്, ഡിറ്റർജന്റ് ആൻഡ് അതർ കെമിക്കൽ എൻകൗണ്ടേർഡ് ഇൻ യൂസ്. പിന്നെ പറഞ്ഞേക്കുന്ന സോപ്പുമായിട്ട്, ഡിറ്റർജന്റുമായിട്ട്, മറ്റുള്ള കെമിക്കൽസ് ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം. അത് പൊരുത്തപ്പെടുകയും വേണം. സോപ്പുകള്, ഡിറ്റർജന്റ്, മറ്റുള്ള കെമിക്കൽ എൻകൗണ്ടേർഡ് ഇൻ യൂസ്, അതുമായിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടുന്നതായിരിക്കണം. അടുത്ത നോക്കി നാലാമത്തെ പോയിന്റ്, ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു അപകടവും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളൊരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവർക്ക്, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിനായിക്കോട്ടെ, വേറെ അപകടം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. അവ രോഗികൾക്ക് വേറെ അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അടുത്ത നോക്കിയേ, ഷുഡ് not corrode instruments and metallic surfaces and should not cause the destruction of cloth, rubber, plastic and other material. Should not corrode. corrode എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പെടുക്കുക, തുരുമ്പിക്കുക. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റാലിക് സർഫസസ്. ഇപ്പൊ നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്തെങ്കിലും മെറ്റാലിക് സർഫസിൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് അണുനാശിനി നമ്മളത് ഉപയോഗിച്ചു എന്നിരിക്കുക. അപ്പൊ അത് ആ ഒരു സർഫസിന് വേറെ തുരുമ്പ് പിടിക്കാനോ ഒന്നും പാടില്ല. മെറ്റല് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള മെറ്റാലിക് സർഫസ് പിന്നെ തുരുമ്പ് പിടിക്കുന്ന അങ്ങനെ എന്താ പറയാ, ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങളില് ഇതൊന്നും തുരുമ്പ് പിടിക്കാൻ പാടില്ല. കൊറോഡ് എന്ന് പറഞ്ഞാൽ തുരുമ്പെടുക്കുക. ആ ഒരു ഇതിൽ ആവരുത്. ഒരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചു എന്ന് കരുതി നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സിനോ ആ സർഫസിനോ മെറ്റാലിക് സർഫസിനോ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത്. ആ രീതിയിലുള്ളതായിരിക്കണം. ആൻഡ് ഷുഡ് നോട്ട് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോത്ത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങള്, റബ്ബർ, പ്ലാസ്റ്റിക്, മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനൊന്നും ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതിനൊന്നും നാശം വരുത്താൻ പാടില്ല. should not cause the destruction of cloth, rubber, plastic and other material. നമ്മളപ്പോ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിന് വീണോ, നമ്മുടെ ഡ്രസ്സിനൊന്നും ഒരു അല്ലെ റബ്ബറോ പ്ലാസ്റ്റിക് ഐറ്റംസ്, മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനൊന്നും ഒരു നാശവും വരുത്താൻ പാടുള്ളതല്ല. അതേ രീതിയിലായിരിക്കണം. നാശമൊന്നും വരുത്താൻ പാടില്ല. കൊറോഡ് എന്ന് വെച്ചാൽ എന്താ? തുരുമ്പെടുക്കുക എന്നുള്ളതാണ്. ഇൻസ്ട്രുമെന്റ്സിലൊന്നും തുരുമ്പെടുക്കാൻ പാടില്ല. അടുത്ത നോക്കി, ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. പിന്നെ അതിനകത്ത് ആ ഡിസിൻഫെക്റ്റന്റിൽ എഴുതിയിരിക്കുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, ലേബിൾ ചെയ്തേക്കുന്നത്, അത് ക്ലിയർ ആയിരിക്കണം. അത് ഈസി ടു യൂസ്, അത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധം ക്ലിയർ ആയിരിക്കണം. ലേബൽ ഡയറക്ഷൻസ് പകുതി മാഞ്ഞു പോയതോ അല്ലെങ്കിൽ വായിക്കാൻ പാടില്ലാത്ത രീതിയിലോ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻ. ആ ക്ലിയർ ആയിട്ടുള്ള ലേബിള് അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻസ്.
അടുത്ത് നോക്കിയേ, ഷുഡ് ഹാവ് എ കൺജീനിയൽ ഓർഡേഴ്സ്. കൺജീനിയൽ എന്ന് പറഞ്ഞു വെച്ചാൽ യോജിച്ച ഓർഡർ. ODOUR ഓർഡർ എന്ന് വെച്ചാൽ മണം. നമ്മളെ ചില ഡിസിൻഫെക്ടന്റ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അതിന്റെ മണം. പക്ഷെ നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്താണ്, മണമൊന്നും അതിന് യോജിച്ച മണമായിരിക്കണം. നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളതായിരിക്കരുത്. നമുക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് നല്ല സ്മെല്ല് കിട്ടുന്ന അങ്ങനെയുള്ള ഒരു യോജിച്ച മണമായിരിക്കണം. ഓർ നോ ഓർഡർ, അല്ലെങ്കിൽ എന്താ വേറെ പ്രത്യേകിച്ച് മണമൊന്നും വേണമെന്നില്ല. ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് റൂട്ടീൻ യൂസ്. അത് നമ്മൾ എന്തിനാ, നമ്മുടെ ദിവസേനയുള്ള ഉപയോഗം, ആ ഡിസിൻഫെക്റ്റന്റിന്റെ ദിവസേനയുള്ള ഉപയോഗത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, സുഗമമാക്കുന്നു. അപ്പൊ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ അധികം വലിയ നമുക്ക് യോജിച്ച മണമായിരിക്കണം, അല്ലെങ്കിൽ സ്മെല്ലൊന്നും ഉണ്ടാവണമെന്നില്ല. സ്മെല്ലൊന്നും വേണ്ട, നോ ഓർഡേഴ്സ്, വേറെ സ്മെല്ലൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ റുട്ടീൻ യൂസിന് അത് സുഗമമായിരിക്കുകയും വേണം. അടുത്ത പോയിന്റ് ഇതൊക്കെ, ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. ഇനി അതെ, കോസ്റ്റില് അധികം ഉയർന്നതാവരുത്. പ്രോഹിബിറ്റീവ്ലി നിയന്ത്രണമായിരിക്കണം. അതായത് ഒരുപാട് വില നമുക്ക് താങ്ങാൻ പറ്റാത്ത, അഫോർഡബിൾ അല്ലാത്ത, നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും വില വരാൻ പാടില്ല. അതാണ് ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. കോസ്റ്റില്, വിലയില് അത് നിയന്ത്രണാതീതമായിരിക്കണം. വിലയില് അത് നിയന്ത്രണാതീതമായിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ, ഈ നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എങ്ങനെയായിരിക്കണം, ഷുഡ് ബി സോലുബിൾ വാട്ടർ. സോലുബിൾ എ വാട്ടർ, സോലുബിൾ ആസ് വാട്ടർ. വാട്ടറിൽ സോലുബിൾ ആയിരിക്കണം. നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് വെള്ളത്തില് ലയിക്കുന്നതായിരിക്കണം. മിക്ക അണുനാശിനികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാട്ടറിൽ ലയിപ്പിച്ചല്ലേ നേരെ അതിലേക്ക് അപ്ലൈ ചെയ്യല്ലോ ചെയ്യണത്, വെള്ളത്തില് ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ. നമ്മൾ അതിപ്പോ ഒരു ബക്കറ്റില് 2 സ്പൂണ് അല്ലെങ്കിൽ നമുക്ക് ഒരു 5 അടപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു അളവ് ഉണ്ടായിരിക്കും. അതൊരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. അത് ഞാൻ പറയാം. അത് ഓപ്ഷൻസ് ഒരു പ്രാവശ്യത്തെ എക്സാമിന് പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ഡിസിൻഫെക്റ്റന്റിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ആ രീതിയിൽ ചോദിക്കാം. നമുക്ക് അവിടെ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒക്കെയാണെന്നുള്ളത് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാ ചോദിച്ചേക്കാം. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനകത്ത് തന്നതേ ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തത് ഷുഡ് ബി ഇൻസോലിബിൾ ആസ് വാട്ടർ എന്നാണ്. സോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, സോലിബിള് എന്താ, സോലിബിള് എന്ന് പറഞ്ഞാൽ എന്താ, ലയിക്കുന്ന. വെരി ഗുഡ്. ലയിക്കുന്ന എന്നുള്ളതാണ്. ഇൻസോലിബിളോ, ഇൻസോലിബിൾ എന്താ അപ്പൊ ഓപ്പോസിറ്റ് അല്ലേ, ലയിക്കാത്ത. അപ്പൊ അതെ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ എന്നാണെങ്കിൽ അത് ചേർത്താട്ടോ. ഇൻസോലിബിൾ എന്നുള്ളത് ഒറ്റ വേർഡാണ്. അത് ലയിക്കാത്ത എന്നുള്ള മീനിങ് ആണ്. സോലിബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതിൽ എന്താ, നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് സോലിബിൾ ആയിരിക്കണം എന്നാ പറഞ്ഞേ, വെള്ളത്തില് ലയിക്കുന്നതായിരിക്കണം. ഇൻസോലിബിൾ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കണം, സോലിബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈലൂഷൻ. അത് കോൺസെൻട്രേറ്റില് സൊല്യൂഷനിൽ സ്റ്റേബിൾ ആയിരിക്കും വേണം, എന്നാൽ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിരിക്കണം. കോൺസെൻട്രേറ്റിൽ സ്റ്റഡി ആയിരിക്കണം, എന്നാല് ഈ ഡിസിൻഫെക്റ്റന്റ് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയായിരിക്കണം അതിന്റെ യൂസ്. ഡൈല്യൂട്ട് ചെയ്ത് നമ്മളത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ആയിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അല്ലെ, ഒരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നത് എന്തിനാ, നമ്മൾ ക്ലീൻ ചെയ്യാനല്ലേ. അപ്പൊ അതിന് വേണ്ട ഒരു നല്ലൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, ഷുഡ് ഹാവ് എ ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ഒരു ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം.
ഇനി അടുത്ത നോക്കിയേ, ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിസ്പോസൽ. അടുത്തൊരു കാര്യം, ഇനി അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് ഒരു ദോഷവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പരിസ്ഥിതിക്ക്, അന്തരീക്ഷത്തിന് വേറെ ഹാം ഒന്നും വരുത്താൻ പാടില്ല. ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓർ ഡിസ്പോസൽ. ഡിസ്പോസ് ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് ഒരു ദോഷവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത്രയാണ് ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ്. 12 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. എക്സാമിന് ഈ സെക്ഷനിൽ നിന്ന്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് ഒന്നാമത്തെ, നല്ലൊരു ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് പെട്ടെന്ന് കൊല്ലുന്നതായിരിക്കണം. മൈക്രോബ്സിനെയൊക്കെ പെട്ടെന്ന് നശിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ ഓർഗാനിക് മാറ്റേഴ്സിന്റെ ബ്ലഡ്, സ്പ്യൂറ്റം, ഫീസസ് അതിന്റെ പ്രസൻസിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം. പിന്നെ സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസ് ഇതിനോടൊക്കെ എന്താണ് പൊരുത്തപ്പെടുകയും വേണം. പിന്നെ അടുത്തത്, അത് യൂസർ അതിന് ഒരു ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. പേഷ്യൻസിന് അത് യൂസ് ചെയ്യുമ്പോഴും ഒന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മെറ്റാലിക് സർഫസ്, ഇൻസ്ട്രുമെന്റ്സ് ഇതിനൊന്നും തുരുമ്പ് പിടിപ്പിക്കരുത്. ഓക്കെ. പിന്നെ ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, അതർ മെറ്റീരിയൽ ഇതിനൊന്നും നാശം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അടുത്തത്, നമ്മൾ ആ ഡയറക്ഷൻസ് ക്ലിയർ ആയിട്ട് ലേബൽ ചെയ്തിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അടുത്തത്, നല്ല യോജിച്ച മണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറെ മണം ഒന്നും വേണ്ട. അല്ലെ, നമ്മുടെ ദിവസേനയുള്ള ഉപയോഗത്തിന് നമ്മൾ സുഗമമാക്കുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ നല്ല മണമായിരിക്കണം, അല്ലെങ്കിൽ വേറെ സ്മെല്ലൊന്നും ഉണ്ടാവേണ്ടതില്ല, സ്മെല്ല് വേണ്ട. പിന്നെ അടുത്തത് എന്താണ്, ഈ നമ്മുടെ കോസ്റ്റില് അത് നിയന്ത്രണാതീതമായിരിക്കണം. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കോസ്റ്റ് ആയിരിക്കണം. പിന്നെ അടുത്ത, വെള്ളത്തില് സോലിബിൾ ആയിരിക്കണം, വാട്ടറിൽ ലയിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കോൺസെൻട്രേറ്റഡ് സ്റ്റഡി ആയിരിക്കണം, എന്നാൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിരിക്കണം. പിന്നെ നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. പിന്നെ അത് ഡിസിൻഫെക്റ്റന്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ, നശിപ്പിക്കുമ്പോൾ എൻവയോൺമെന്റിന് വേറെ ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആണോ? 18 പോയിന്റ്സും അല്ല, 18 എന്നല്ല 12 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മളല്ല, നിങ്ങൾക്ക് ബുള്ളറ്റ് ലിസ്റ്റ് ആണ് ഇട്ടേക്കുന്നത്, കുഴപ്പമില്ല. പ്രോപ്പർട്ടീസ് എന്താണ്, ഏതൊക്കെയാണ് ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഇനി അടുത്ത് നോക്കിയേ, ചലഞ്ചസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ? എന്തൊക്കെ ചലഞ്ചസ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ? കൺസിഡർ ആസ് എ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. ഈ ഹൗസ് കീപ്പിംഗ് സർവീസിനെ കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലില് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രാധാന്യം വളരെയധികം പ്രാധാന്യമുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക്, നോസോകോമിയൽ ഇൻഫെക്ഷനെ ഒഴിവാക്കാനായിട്ട്, അല്ലെ, ഇതിനൊക്കെ നമുക്ക് എന്താ ഒരു നല്ലൊരു ക്ലീനിങ് കാര്യം നമ്മൾ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് വേണം. പക്ഷേ ഇതൊരു ഹൗസ് കീപ്പിങ്ങിനെ നമ്മൾ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ്, കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. അതൊരു ചലഞ്ചസ് ആണ്. നമ്മൾ പറഞ്ഞു ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഹോസ്പിറ്റലിലെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കോ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ചൂലും അടിച്ചുവാരിയും ബ്രഷും ബക്കറ്റും വെള്ളമൊക്കെ കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ ആ ഒരു ഏരിയയിൽ വെക്കോ? നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇച്ചിരി ഒതുങ്ങിയ നോൺ പ്രൈം ഏരിയ എന്ന് നമ്മൾ പറഞ്ഞില്ലേ സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. അധികം പ്രാധാന്യമില്ലാത്ത പ്രദേശത്തായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഇതൊരു കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് ഹൗസ് കീപ്പിംഗ് സർവീസിനെ കണക്കാക്കുന്നത്. അടുത്ത നോക്കിയേ, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ പരിമിതികൾ, സാമ്പത്തിക പരിമിതികളുണ്ട്. സാമ്പത്തിക പരിമിതികള്, നിയന്ത്രണങ്ങൾ.
പിന്നെ അടുത്ത മാൻ പവർ ഷോർട്ടേജ്, മാൻ പവറിന്റെ കുറവുണ്ടെന്ന്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ജോലിക്ക് വരുന്നേ ആളുകളുടെ കുറവാണ്. എല്ലാവരും ഇപ്പൊ ഒരു ഡോക്ടർ തന്നെ മോനെ ഡോക്ടർ ആക്കാൻ ആഗ്രഹിക്കും, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരനാണെങ്കിലും നമ്മുടെ മക്കളെ വലിയൊരു പൊസിഷനിലേക്ക് വിടാനുള്ള ആഗ്രഹിക്കുന്നേ. നല്ലൊരു ജോലി, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി അവരൊന്ന് സെറ്റിൽഡ് ആവണം നല്ല രീതിയിൽ. അല്ലാതെ മക്കളെ നമ്മളൊരു താഴെ ഒരു ഇതിലേക്ക് നമ്മൾ വിടാനായിട്ട് ഇതാക്കോ? ഇന്നത്തെ കാലത്തൊന്നും ചിലപ്പോ ഇങ്ങനെ ഒരു ഹൗസ് കീപ്പിംഗ് ഇതിനൊന്നും ആളുകൾ തന്നെ ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല നല്ല ജോലികളുണ്ട്. അപ്പൊ അത് എന്താണ് ആ പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നത്? അതായത് മാൻ പവർ, ആ ഒരു മേഖലയിലേക്ക് ജോലിക്കുള്ള മാൻ പവർ കുറവാണ്. അതൊരു വെല്ലുവിളിയാണ്. അടിച്ചു വരാനും കഴുകാനും ഒക്കെ ഇന്നൊക്കെ ആരെങ്കിലൊക്കെ പോകുമോ? ആളുകൾക്കായിട്ട് ഒരു കുറച്ചിലായിട്ടല്ലേ കാണണേ അല്ലേ? ആ ഒരു സെക്ഷനിലേക്ക് ജോലിക്ക് മാൻ പവർ കുറവാണെന്ന്. ക്ലിയർ ആയോ പോയിന്റ്സ്, ചലഞ്ചസ്? അവിടെ ഇല്ലേ? ഓക്കെ അല്ലേ? മാൻ പവർ കുറവാണ്. അൺവില്ലിംഗ് സൂപ്പർവിഷൻ. ഇനി അടുത്തതാണ് ഇഷ്ടമില്ലാത്ത മേൽനോട്ടം. അൺവില്ലിംഗ് സൂപ്പർവിഷൻ. ലാക്ക് ഓഫ് അവയർനെസ്. ഈ അവയർനെസ് കുറവ്, അവബോധം ഇല്ലായ്മ, അവബോധ കുറവ്, ലാക്ക് ഓഫ് അവയർനെസ്. ആളുകൾക്ക് ഈ ഒരു ഹൗസ് കീപ്പിംഗ് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത്, ലാക്ക് ഓഫ് അവയർനെസ്. അടുത്താണ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ് എന്ന് വെച്ചാൽ സംഘർഷങ്ങളും തടസ്സങ്ങളും. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, സംഘർഷങ്ങളും തടസ്സങ്ങളും. തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, മോഷണവും വേസ്റ്റേജും. ഹൗസ് കീപ്പിംഗ് ഇതിൽ നിന്ന് തന്നെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മോഷണം പോക്കാം, അല്ലെങ്കിൽ വേസ്റ്റേജ് ആയി പോക്കാം. ഇതെല്ലാം ചലഞ്ചസ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചേ. ടെക്സ്റ്റിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെച്ചോ കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? കുറഞ്ഞ മുൻഗണനാ പ്രവർത്തനമായിട്ടാണ് കാണപ്പെടുന്നത്. സാമ്പത്തിക നിയന്ത്രണങ്ങളുണ്ട്, മാൻ പവറിന്റെ ഷോർട്ടേജ് ഉണ്ട്, പിന്നെ ഇഷ്ടമില്ലാത്ത ഒരു മേൽനോട്ടം, പിന്നെ അവയർനെസ് കുറവ്, സംഘർഷങ്ങളും തടസ്സങ്ങളും, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, മോഷണവും പാഴാക്കലും. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ഇതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഈ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമ്മുടെ ഇന്ന് കുത്തിപ്പിടിച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട. അതെല്ലാം വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ നോക്കിയ മോണിറ്റർ. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. എന്താ? ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുക. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഹു മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ആരുടെ? ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് എഴുതാലോ. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറിപ്പോവാം. ഇവിടെ നമ്മൾ പഠിച്ചത് ആൾക്കാരെ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. കൺഫ്യൂഷൻ ആവോ? കൺഫ്യൂഷൻ ആവോ? ഇല്ല. ഒരൊറ്റ റെസ്പോൺസിബിലിറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ. പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നിലെ ഡാഷ് ഇട്ട് ചോദിക്കാം. അതിൽ ഹു മോണിറ്റർ ഓൺ ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ. ഇനി കണ്ടെയ്നിങ് ദ ക്ലീനസ് ഓഫ് ദ ഓൾ റൂംസ്. റൂം ക്ലീനിങ് ആൻഡ് പബ്ലിക് ഏരിയ എവരിഡേ. റൂം ക്ലീനിങ്ങും പബ്ലിക് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മോണിറ്റർ ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത്. അതിനകത്ത് അത്രയും ഡിപ്പാർട്ട്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. ഒത്തിരി വാരി വരച്ചാലും കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി. ഇനി അടുത്ത ലീഡ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അത്രയും മതി, അത്ര അണ്ടർലൈൻ ചെയ്യുക. ലീഡ് ചെയ്യുക, അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുക. ഹയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമിക്കുക. ഹയറിങ്, നിയമിക്കുക. HRM പഠിച്ചിട്ടില്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഹയർ എന്നുള്ള വേടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്.
ഹയർ ചെയ്യുക. ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ്. HRM എടുത്തോ നിങ്ങൾക്ക്? റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ തേർഡ് മൊഡ്യൂൾ എടുത്തു. ഓക്കെ. ഹയർ ചെയ്യുക, നിർമ്മിക്കുക, നിയമിക്കുക. അപ്പൊ ലീഡ് ചെയ്യുക വെച്ചാൽ എന്താ? നേതൃത്വം. നേതൃത്വം കൊടുക്കുക, ഹയർ ചെയ്യുക, നിയമിക്കുക, ട്രെയിൻ ചെയ്യുക, അവരെ പരിശീലിപ്പിക്കുക. ആരെ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ വേണ്ട നേതൃത്വം കൊടുക്കല്, അവരെ സ്റ്റാഫിനെ നിയമിക്കുന്നത്, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നതൊക്കെ ആരാ? ഹൗസ് കീപ്പിംഗ് മാനേജർ. ആ പോയിന്റും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹു ലീഡ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ആരാണ്? നമ്മൾ ഒരാളെ പഠിച്ചിട്ടുള്ളൂ, ഹൗസ് കീപ്പിംഗ് മാനേജർ. To stick to high standards of cleanliness and customer containment. Containment എന്ന് പറഞ്ഞ സംതൃപ്തി, കസ്റ്റമറിന്റെ സംതൃപ്തി, ക്ലീൻനെസ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ്, ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേണ്ട നേതൃത്വം, അവർക്ക് വേണ്ട അവരെ നിയമിക്കുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക, അവരെ പരിശീലിപ്പിക്കുക, ഇതെല്ലാം ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്ത് നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ? സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം കൊടുക്കണം. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകള്. ടേക്ക് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണ് കേട്ടോ. സ്റ്റോക്ക് ഇതെല്ലാരും എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക. And make sure that of adequate cleaning supplies. എന്ത് ചെയ്യുക? And make sure, ഉറപ്പുവരുത്തുക, ആവശ്യത്തിനുള്ള ക്ലീനിങ് സപ്ലൈസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. And make sure that of adequate cleaning supply. അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള സപ്ലൈകൾ, കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പും വരുത്തണം. അല്ലാതെ ക്ലീനിങ്ങിന് അവരോട് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ റെഡിയാക്കണ്ടേ. അതിന്റെ സാധനങ്ങൾ, അതിന്റെ സ്റ്റോക്ക്, ഇതെല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഹൗസ് കീപ്പിംഗ് മാനേജർ തന്നെയാണ്. സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. ടേക്ക് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എടുക്കുക. അവിടെ എല്ലാരും സ്റ്റോക്ക് ഉണ്ടോ, ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങളുടെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ മതിയായിട്ടുള്ള ക്ലീനിങ് സപ്ലൈ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ, 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നിങ്ങൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് 3 പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? പറയണേ. മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അതിനെ മോണിറ്റർ ചെയ്യുക. രണ്ടാമത്തേത് പറഞ്ഞത് എന്താണ്? ലീഡ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ വേണ്ട നേതൃത്വം കൊടുക്കുക, അവരെ ഹയർ ചെയ്യുക, നിയമിക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്, പരിശീലനം കൊടുക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. പിന്നെ അവിടുത്തെ സ്റ്റോക്കുകൾ എടുക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട ക്ലീനിങ് സപ്ലൈ, അതിന്റെ ആവശ്യത്തിനുള്ള മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഹൗസ് കീപ്പിംഗ് മാനേജർ തന്നെയാണ്. 3 പോയിന്റ്സ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ക്രിസ്മസ് ഒക്കെയാണല്ലോ, എല്ലാവർക്കും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി എന്താ ക്ലാസ് ഓൺലൈനൊക്കെ ഇവിടെ ഇട്ട് തരും. അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കുക. എന്തായാലും 2 ദിവസം 3 ദിവസമൊക്കെ ചിലപ്പോൾ അവധി കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇതിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിലേക്ക് തന്നിട്ടുണ്ടാവും. ഇവിടുന്ന് അതൊക്കെ ഇൻഫർമേഷൻ തരും കേട്ടോ, എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഒരു പക്ഷേ ഇത് നമ്മള് ചിലപ്പോ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. ഓക്കെ, പിള്ളേർക്കൊക്കെ എക്സാം നാളത്തോടുകൂടി ഏകദേശം കഴിയുമല്ലേ? നാളെയും കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു അവർക്ക് എക്സാം അല്ലേ?
എക്സാം ഒക്കെ കഴിഞ്ഞ് അവര് ഫ്രീ ആയി. ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഭയങ്കര എക്സാമിന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ അതിന്റെ ഒക്കെ ഒരു ടെൻഷനിലായിരുന്നു അല്ലെ. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് ജോലിയായി. അപ്പൊ അവര് വീട്ടിലുണ്ട്. അപ്പൊ പിള്ളേരും ഒക്കെ ആയിട്ട് ഹസ്ബൻഡും ഒക്കെ ആയിട്ടൊക്കെ എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും കൂടി ആയിട്ട് ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഓക്കെ, ഇനിയിപ്പൊ നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. എന്താണ് അത് അർജുൻ ഗോപാൽ എന്താണ് ഒരു ഡൗട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുത്തെ ക്ലാസ് എത്ര ദിവസം അവധി കിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടുന്ന് നിനക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരും. അത് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ അർജുൻ, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റ് ടെക്നിക്കലി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ, നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്രിസ്മസ് നേരുന്നു എല്ലാവർക്കും. ഓക്കെ ഓക്കെ, ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും. ഓക്കെ.